എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശരീരത്തിൽ ഒരൊറ്റ മാസ്റ്റർ സ്വിച്ച് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അത് നമ്മുടെ ടെൻഷൻ, ദഹനം, എന്തിനേറെ നമ്മുടെ മൂഡ് വരെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെയൊന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകും? ശരിക്കും അങ്ങനെയുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിനകത്തെ ആ ഒരു ശക്തമായ നാഡിയെക്കുറിച്ചാണ്. അതെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം യെസ് എന്നുതന്നെയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന, എന്നാൽ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു സൈലന്റ് സൂപ്പർ ഹീറോ, അതാണ് വേഗസ് നാഡി. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നമ്മുടെ ശരീരത്തെ ഒരു വലിയ ഓർക്കസ്ട്രയായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരുപാട് സംഗീതോപകരണങ്ങൾ. അപ്പോൾ ഈ ഓർക്കസ്ട്രയെ നിയന്ത്രിക്കുന്ന ഒരു കണ്ടക്ടർ വേണമല്ലോ. അതാണ് നമ്മുടെ വാഗസ് നാഡി. ഓരോ അവയവവും, അതായത് ഹൃദയം, ശ്വാസകോശം, വയറ്, ഇവയെല്ലാം എപ്പോൾ പ്രവർത്തിക്കണം, എപ്പോൾ വിശ്രമിക്കണം എന്നൊക്കെ താളം പറഞ്ഞു കൊടുക്കുന്നത് ഈ മാസ്റ്റർ കണ്ടക്ടറാണ്. അപ്പോ ആരാണ് ഈ മാസ്റ്റർ കണ്ടക്ടർ? ഇതിന്റെ പേര് തന്നെ രസകരമാണ്. വേഗസ്. അതൊരു ലാറ്റിൻ വാക്കാണ്. അതിനർത്ഥം അലഞ്ഞു തിരിയുന്നവൻ എന്നാണ്. ആ പേര് അന്വർത്ഥമാക്കുന്ന പോലെ ഈ നാഡി തലച്ചോറിൽ നിന്ന് യാത്ര തുടങ്ങി നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കറങ്ങി നടക്കും. നമ്മുടെ ഹൃദയം, ശ്വാസകോശം, പിന്നെ വയറിലെ ദഹനവ്യവസ്ഥ, അങ്ങനെ മിക്കവാറും എല്ലാ പ്രധാന അവയവങ്ങളിലേക്കും ഇതിൻ്റെ ഒരു കൈ എത്തുന്നുണ്ട്. ഇതൊരു വൺ വേ റോഡല്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക്കുള്ള ഒരു സൂപ്പർ ഹൈവേ ആണെന്ന് പറയാം. അതായത് തലച്ചോറ് നമ്മുടെ അവയവങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമല്ല, തിരിച്ച് നമ്മുടെ അവയവങ്ങൾ തലച്ചോറിനോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊരു നിരന്തര സംഭാഷണം പോലെയാണ്. 80%. ഇതൊരു വലിയ സംഖ്യയാണല്ലേ? തലച്ചോറും ശരീരവും തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ ഇത്രയും വലിയൊരു പങ്ക്, അതായത് 80% സന്ദേശങ്ങളും എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഒന്ന് ഊഹിച്ചു നോക്കൂ. ശരിയാണ്. നമ്മൾ വിചാരിക്കുന്നതിനുമപ്പുറത്താണ് കാര്യം. ഏകദേശം 80% സന്ദേശങ്ങളും പോകുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് തിരിച്ചു തലച്ചോറിലേക്കാണ്. അതായത് തലച്ചോറ് താഴോട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ശരീരം മുകളിലോട്ട് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ പറയാറില്ലേ, വയറ്റിൽ നിന്നൊരാളൽ, അല്ലെങ്കിൽ ഗട്ട് ഫീലിംഗ് എന്നൊക്കെ. ആ തോന്നലുണ്ടാകുന്നത് വെറുതെയല്ല. അത് നമ്മുടെ വയറ് തലച്ചോറിനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്. ഈ സംഭാഷണത്തിന്റെ ഒരു പെർഫെക്റ്റ് ഉദാഹരണമാണത്. ഓക്കെ, അപ്പോൾ ഈ സംഭാഷണം മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ശരീരം ഒരു സ്ട്രെസ് വരുമ്പോൾ, അതായത് ഒരു സമ്മർദ്ദ സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. ഇതിനെ നിയന്ത്രിക്കാൻ പ്രധാനമായും 2 സിസ്റ്റങ്ങളുണ്ട്. ഒരു കാറിലെ ആക്സിലറേറ്ററും ബ്രേക്കും പോലെ. നോക്കൂ, നമ്മുടെ ശരീരത്തിന് ഒരു ആക്സിലറേറ്ററും ബ്രേക്കും ഉണ്ടെന്ന് വിചാരിക്കുക. സിമ്പത്തറ്റിക് സിസ്റ്റമാണ് നമ്മുടെ ആക്സിലറേറ്റർ. പെട്ടെന്നൊരു അപകടം മുന്നിൽ കാണുമ്പോൾ ഓടാനോ നേരിടാനോ നമ്മളെ തയ്യാറാക്കുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിസ്റ്റം. ഹൃദയമിടിപ്പ് കൂടും, ശ്വാസം വേഗത്തിലാകും. എന്നാൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം നേരെ തിരിച്ചാണ്. അതാണ് നമ്മുടെ ബ്രേക്ക്. എല്ലാം കഴിഞ്ഞ് നമ്മളെ ശാന്തമാക്കുന്ന, വിശ്രമിക്കാൻ സഹായിക്കുന്ന റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡ്. ഇവിടെയാണ് നമ്മുടെ വേഗസ് നാഡിയുടെ ഏറ്റവും വലിയ റോൾ. ഈ ബ്രേക്ക് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേയാണ് വേഗസ് നാഡി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് വരാം, വാഗൽ ടോൺ. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വാഗസ് നാഡിയുടെ ശക്തി അല്ലെങ്കിൽ ഫിറ്റ്നസ് ആണെന്ന് പറയാം. അതായത് ഒരു ടെൻഷൻ കഴിഞ്ഞ് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് റിലാക്സ്ഡ് ആവാൻ കഴിയുന്നു എന്നതിൻ്റെ ഒരു അളവുകോൽ. ചിലർ പെട്ടെന്ന് കൂളാകും, ചിലർ മണിക്കൂറുകളോളം ആ ടെൻഷനിൽ തന്നെ നിൽക്കും, അല്ലേ? വാഗൽ ടോൺ കൂടുതലാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ശാന്തമാകും. അതിനർത്ഥം നിങ്ങൾക്ക് നല്ല റെസിലിയൻസ്, അതായത് പ്രതിരോധശേഷിയുണ്ട്. വാഗൽ ടോൺ കുറവാണെങ്കിലോ നമ്മൾ ആ സ്ട്രെസ്സിൽ തന്നെ കുടുങ്ങിപ്പോകും. ഈ വാഗൽ ടോൺ കൂടുതലായിരിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട്. നല്ല മൂഡ്, നല്ല ദഹനം, ശക്തമായ ഇമ്മ്യൂൺ സിസ്റ്റം, ഇതൊക്കെ ഉയർന്ന വാഗൽ ടോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സർജറി കഴിഞ്ഞാൽ പോലും വാഗൽ ടോൺ നല്ലതാണെങ്കിൽ ശരീരം പെട്ടെന്ന് ഹീലിംഗ് അല്ലെങ്കിൽ റിപ്പയർ മോഡിലേക്ക് മാറും. അതുകൊണ്ട് അവർ വേഗത്തിൽ സുഖം പ്രാപിക്കും. ഇനി ഏറ്റവും നല്ല വാർത്ത എന്താണെന്നറിയാമോ? ഈ വാഗൽ ടോൺ എന്ന് പറയുന്നത് നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് ഇതൊരു മസിൽ പോലെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. അതിന് വലിയ വില കൂടിയ ചികിത്സയോ മരുന്നോ ഒന്നും വേണ്ട. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ചില സിമ്പിൾ സ്വിച്ചുകൾ ഓൺ ചെയ്താൽ മതി. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലെ ഏറ്റവും എളുപ്പമുള്ള എന്നാൽ ഏറ്റവും പവർഫുള്ളായ ഒരു വഴിയാണ് നമ്മുടെ ശ്വാസം. സിമ്പിളാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നേരമെടുത്ത് പുറത്തേക്ക് വിടുക. അതായത് ഒരു 4 സെക്കൻഡ് ശ്വാസമെടുത്താൽ ഒരു 6-8 സെക്കൻഡ് എടുത്ത് പുറത്തു വിടുക. ഒരു സ്ട്രോയിലൂടെ പതുക്കെ ഊതുന്നതുപോലെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വാഗസ് നാഡിക്ക് ഒരു സിഗ്നൽ പോകും, എല്ലാം ഓക്കെയാണ്, റിലാക്സ് ചെയ്യാം എന്ന്. ഇത് നമ്മുടെ ഹൃദയമിടിപ്പ് കുറയ്ക്കാൻ നേരിട്ട് സഹായിക്കും. ശ്വാസമെടുക്കുന്നത് മാത്രമല്ല, വേറെയും ഒരുപാട് സിമ്പിൾ ടെക്നിക്കുകളുണ്ട്. ഇഷ്ടമുള്ളൊരു പാട്ട് മൂളുകയോ ഉറക്കെ പാടുകയോ ചെയ്യുന്നത് തൊണ്ടയിൽ ഒരുതരം വൈബ്രേഷൻ ഉണ്ടാക്കും. അത് നമ്മുടെ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കും. അതുപോലെ രാവിലെ എഴുന്നേറ്റ് വെള്ളം വായിലെടുത്ത് ഗാർഗിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ മുഖത്ത് കുറച്ച് തണുത്ത വെള്ളം തളിക്കുന്നത്, ഇതൊക്കെ വാഗൽ ടോൺ കൂട്ടാൻ സഹായിക്കുന്ന ചെറിയ കാര്യങ്ങളാണ്. പിന്നെ ചിരി. ഇതിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ചിരി നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഒന്ന് റീസെറ്റ് ചെയ്യുന്നത് പോലെയാണ്.
വെറും ഒരു പുഞ്ചിരിയല്ല, മനസ്സറിഞ്ഞ് വയറുകുലുങ്ങി ചിരിക്കുന്നത്. ആഴത്തിലുള്ള ഈ ചിരി നമ്മുടെ ബ്രേക്ക് സിസ്റ്റത്തെ ഓൺ ചെയ്യും. അതുകൊണ്ടല്ലേ നല്ലൊരു കോമഡി കണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടെൻഷനും പോയതുപോലെ തോന്നുന്നത്? ഇനി നമുക്ക് ആ സൂപ്പർ ഹൈവേയിലേക്ക് തിരിച്ചുവരാം. നമ്മുടെ വയറിനെ അല്ലെങ്കിൽ ദഹനവ്യവസ്ഥയെ പലരും രണ്ടാമത്തെ തലച്ചോറെന്ന് വിളിക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ? അത് വെറുതെയല്ല. നമ്മുടെ തലച്ചോറും ഈ രണ്ടാമത്തെ തലച്ചോറും തമ്മിലൊരു ഡയറക്റ്റ് കണക്ഷനുണ്ട്. ആ കണക്ഷന്റെ പേരാണ് വാഗസ് നാഡി. ഇനിയാണ് ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം പറയാൻ പോകുന്നത്. നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് നല്ലൊരു മൂഡ് തരുന്ന ഒരു കെമിക്കലുണ്ട്, സെറോട്ടോണിൻ. ഇതിന്റെ 90% കൂടുതലും ഉണ്ടാകുന്നത് തലച്ചോറിലല്ല, നമ്മുടെ വയറ്റിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഈ ഫീൽ ഗുഡ് സിഗ്നലുകളെ തലച്ചോറിലേക്ക് എത്തിക്കുന്നതാരാണ്? നമ്മുടെ വാഗസ് നാഡി തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മനസ്സിനെ നേരിട്ട് സ്വാധീനിക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ, വയറിന് സന്തോഷം നൽകുന്ന ഭക്ഷണങ്ങൾ മനസ്സിനും സന്തോഷം നൽകും. മത്തി പോലുള്ള മത്സ്യങ്ങളിലെ ഒമേഗ-3, തൈരിലുള്ള പ്രോബയോട്ടിക്കുകൾ, പഴങ്ങളും പച്ചക്കറികളും ഇതൊക്കെ വാഗസ് നാഡിയുടെ നല്ല കൂട്ടുകാരാണ്. അതേസമയം ഒരുപാട് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ, പഞ്ചസാര, ഇതൊക്കെ നമ്മുടെ വാഗസ് നാഡിയുടെ ശത്രുക്കളാണ്. അതിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് കൂട്ടിയിരിക്കി നോക്കാം. നമ്മുടെ ആരോഗ്യം എന്നു പറയുന്നത് വെവ്വേറെ നിൽക്കുന്ന കുറേ ഭാഗങ്ങളല്ല, മറിച്ച് വാഗസ് നാഡി എന്ന ഒരൊറ്റ കണ്ടക്ടർ നിയന്ത്രിക്കുന്ന, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഓർക്കസ്ട്രയാണത്. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിരോധശേഷി അല്ലെങ്കിൽ റെസിലിയൻസ് എന്നത് ഒരു ഭാഗ്യമല്ല, അത് ജന്മനാ കിട്ടുന്ന ഒരു കഴിവുമല്ല. പകരം നമുക്ക് എല്ലാ ദിവസവും പരിശീലിക്കാൻ കഴിയുന്ന ഒരു സ്കില്ലാണ്. ഓരോ തവണ നമ്മൾ ദീർഘമായി ശ്വാസമെടുക്കുമ്പോഴും, മനസ്സറിഞ്ഞ് ചിരിക്കുമ്പോഴും, നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വാഗസ് നാഡിയെ ട്രെയിൻ ചെയ്യുകയാണ്, നമ്മുടെ റെസിലിയൻസ് കൂട്ടുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം. നിങ്ങളുടെ ഉള്ളിലെ ഈ മാസ്റ്റർ കണ്ടക്ടറെ ഒന്ന് ട്യൂൺ ചെയ്യാൻ, അതിനെ ഒന്ന് ബലപ്പെടുത്താൻ ഇന്ന് നിങ്ങൾ എന്ത് ചെറിയൊരു കാര്യം ചെയ്യും? ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ചിലപ്പോൾ അടുത്ത തവണ ടെൻഷൻ വരുമ്പോൾ ഒരു 5 തവണ ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുന്നത് മാത്രമായിരിക്കാം. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ച് ആ ഭക്ഷണം മാത്രം ആസ്വദിച്ച് കഴിക്കുന്നതാകാം. എന്തായാലും ഒരു ചെറിയ കാര്യം ഇന്ന് തന്നെ തുടങ്ങാം.